ഹായ് എവരി വൺ. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ 1 മുതൽ 3 പാഠഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് വേഗം തന്നെ കാണുക. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അകറ്റി നിർത്താം രോഗങ്ങളെ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ വീഡിയോ ചെയ്യുന്നത് പഴയ ടെസ്റ്റിലെയും പുതിയ ടെസ്റ്റിലെയും കൂടെ കാര്യങ്ങൾ ഒരുമിച്ചാണ്. കാരണം എന്താണ്, പേരുകൾ മാത്രമേ ചില വ്യത്യാസങ്ങളുള്ളൂ, അതിലെ കണ്ടന്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ പേര് അകറ്റി നിർത്താം രോഗങ്ങളെ എന്നും പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളതാണ്. നമ്മുടെ പഴയ ടെസ്റ്റിലെ ആദ്യത്തെ ഒരു പിക്ചർ നോക്കിക്കേ. അതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ അവിടെ എന്താണ്, മഴക്കാല രോഗങ്ങൾക്ക് ജാഗ്രത എന്നുള്ളൊരു ബോർഡും കാണാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും. അങ്ങനെ രോഗങ്ങൾ ഉള്ളത് കൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അറിയാമല്ലേ, ഒരുപാട് ആൾക്കാർ വരും. പനി, ജലദോഷം, തലവേദന എന്നൊക്കെ പറയുന്ന രോഗങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ ആ മഴ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്ത് ഒരുപാട് ആൾക്കാർ ആശുപത്രിയിൽ വരുന്നത്? ആ ഒരു സമയത്ത്, അതായത് മഴ പെയ്യുമ്പോൾ മഴയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാകുന്നു. ആ രോഗാണുക്കളാണ് എന്തിന് കാരണം? രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണം. അപ്പോൾ പ്രധാനമായും രോഗാണുക്കൾ ഉണ്ടാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? കൊതുക്, പല്ലി, പാറ്റ, എലി അങ്ങനെയുള്ള ജീവികളാണല്ലേ. അപ്പോൾ ഇവയെല്ലാം വളരണമെങ്കിൽ അല്ലെങ്കിൽ ഇവയിൽ നിന്ന് ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാകണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. അതായത് ഇപ്പം കൊതുക് മുട്ടയിട്ടാണ് പെരുകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൊതുക് വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. അതുപോലെ തന്നെ എലിപ്പനി എന്ന് പറയുന്ന രോഗം വെള്ളത്തിലൂടെയാണ് പകരുന്നത്. അപ്പോൾ ഈ ഒരു മഴയാവുമ്പോഴത്തേക്ക് എന്താണ്, എലിപ്പനിയൊക്കെ പടരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് പറയുന്നത്, മഴ സമയം ആവുമ്പോഴത്തേക്ക് നമ്മൾ വൃത്തി കൂടെ കൂടുതലായിട്ട് നോക്കണം. കാരണം ആ ഒരു സമയത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും അറിയാം, ആ ഒരു സമയത്തൊക്കെ എന്താണ്, അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അപ്പം എന്താണ്, ആ സമയത്ത് ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഏറുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. അപ്പം നമുക്കറിയാം, ഈ സൂക്ഷ്മജീവി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകളിൽ കാണാനായിട്ട് സാധിക്കാത്തതാണ്. അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്, സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അപ്പം അത്രയ്ക്കും കുഞ്ഞാണ് അല്ലെങ്കിൽ ചെറുതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മജീവികൾ. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഏതാണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ ഒക്കെയാണ്. അപ്പോൾ ഈ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രോഗം എങ്ങനെയാണ് പകരുന്നത്? ഒരാളിൽ നിന്ന്, അതായത് രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു രോഗമുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആരാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു വൈറസും ഫംഗസും ബാക്ടീരിയയാണ് പകർച്ചവ്യാധിക്ക് കാരണം. ഇങ്ങനെ കാരണമാകുന്നത് കൊണ്ട് ഇവരെ എന്തെന്നാണ് നമ്മൾ വിളിക്കുന്നത്? രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ്. ഓക്കെ, അതിൻ്റെ ചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗസ്. ഇനി അടുത്തത് എന്താണ് പകർച്ചവ്യാധി എന്നുള്ളതാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ
കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ്? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയവ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പകർച്ചവ്യാധികളാണ്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ PSCയുടെ ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മുടെ സിലബസിൽ തന്നെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അഡീഷണൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ടോപ്പിക്കിന് അത്രയും പ്രാധാന്യമുണ്ടെന്ന്. ഓക്കെ, ഇനി അടുത്തത് മഹാമാരി. നമുക്കറിയാം ഏത് മഹാമാരിയാണ് നമുക്കറിയാവുന്നത്? COVID-19 അല്ലേ? എല്ലാവർക്കും അറിയാം. നമ്മൾ കുറേ നാൾ എങ്ങും പോകാതെ വീട്ടിലൊക്കെ ഇരുന്നതാണ്. ഒരുപാട് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു വാക്സിൻ ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം എന്താണ് മഹാമാരികൾ എന്ന് നമുക്ക് നോക്കാം. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡത്തിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 എന്നിവ. ഏതൊക്കെയാണ് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ അതിജീവിച്ച മഹാമാരികൾ എന്ന് പറയുന്നത്? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഒക്കെ. എക്സാമ്പിൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് എങ്ങനെയെല്ലാമാണ് രോഗങ്ങൾ പടരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പടരുന്നത്? ഒന്നുകിൽ വെള്ളത്തിലൂടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ വായുവിലൂടെ, അല്ലെങ്കിൽ പല ജീവികൾ വഴി. ഇങ്ങനെയൊക്കെ വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, ജീവികളും വഴിയും. ഈ പകരുന്ന രീതികളും പരക്കുന്ന രോഗങ്ങളും. അപ്പം വായുവിലൂടെ നമുക്ക് ഏതൊക്കെ രോഗങ്ങളുണ്ടാകും? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. വായുവിലൂടെ ജലദോഷം ഉണ്ടാകുന്നു, ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നു, മീസിൽസ് ഉണ്ടാകുന്നു, ക്ഷയം ഉണ്ടാകുന്നു. ഈ ഒരു ബോക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെ, എന്നാലും ഒരു ഓർഡറായിട്ടൊന്ന് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വായുവിലൂടെ അപ്പോൾ എന്താണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അതിൽ എലിപ്പനിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഈച്ച മുഖേനയാണെങ്കിലോ കോളറ, വയറിളക്കം. ഇനി കൊതുക് മുഖേനയാണെങ്കിലോ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇനി സമ്പർക്കം മുഖേനയാണെങ്കിലോ ചെങ്കണ്ണ്, അതുപോലെ തന്നെ കുഷ്ഠം. ഇനി അടുത്ത പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ എന്നുള്ളത് ആദ്യം പറയാം. ഏതൊക്കെയാണ് പകരുന്നത്? ചിക്കൻ ബോക്സ് പകരും, ഡെങ്കിപ്പനി പകരും, മഞ്ഞപ്പിത്തം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അപ്പം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് എന്താണ്? പകരുന്ന ഒരു രോഗമാണ്. പിന്നെ ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ, എയ്ഡ്സ് ഇതെല്ലാം എന്താണ്? പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, തിമിരം, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം, അപസ്മാരം, ആസ്മ, ഗ്യാസ് ട്രബിൾ, മാനസിക രോഗങ്ങൾ, അൾഷിമേഴ്സ് എന്ന് വെച്ചാൽ മറവി രോഗമാണ് കേട്ടോ, ഫാറ്റി ലിവർ എന്നിവയാണ് പകരാത്ത രോഗങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഈ ബോക്സും നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചേക്കുക. എഴുതി തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തത് രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ്. എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നു. അപ്പോൾ രോഗാണുവാഹകരുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഈച്ചയുണ്ട്, അതുപോലെ തന്നെ എലിച്ചെള്ളുണ്ട്, കൊതുകുണ്ട്, അതുപോലെ തന്നെ വവ്വാലും ഉണ്ട്.
ഓക്കെ, ഇവ എന്താണ്? രോഗങ്ങൾ എത്തിക്കുന്നവരാണ്. അടുത്തത് കൊതുകിനെ തടയിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മഴ സമയത്താണ് കൊതുകുകൾ ഒരുപാട് പെരുകുന്നത്. അപ്പോൾ കൊതുകുകൾ പെരുകാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ എന്താണ്, പരിസരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ സൺഡേ എന്നുള്ളത് നമ്മൾ ക്ലീൻ ഡേ ആയിട്ടൊക്കെ നോക്കണം. കാരണം അങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രമേ ഈ ഒരു പെരുകലിന് നമുക്ക് തടയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു ദിവസം ഡ്രൈ ഡേ ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്? കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് തുടങ്ങിയവയിലെയും അതുപോലെ തന്നെ ചെടിച്ചട്ടികൾക്കിടയിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും കെട്ടിനിൽക്കുന്ന ജലം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിവാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത്. അതായത് ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എടുക്കുന്നു. ആ ദിവസം നമ്മൾ വെള്ളം കെട്ടി നിൽക്കാനുള്ള എല്ലാ ചാൻസസും ഒഴിവാക്കുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCയിലൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടെന്നാണ്. എന്താണ്? കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന ദിവസം എത്ര ദിവസം വേണം മുട്ട വിരിയാനായിട്ട്? 8 ദിവസമാണ് വേണ്ടത്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം അടുത്തത് രോഗം പടരാതിരിക്കാൻ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒരു രോഗം പകരുന്ന രീതിയും അത് വരാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ കൊതുക് മുഖേന നമുക്ക് കുറേ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, കൊതുക് വല ഉപയോഗിക്കുക, ടാങ്കുകളിൽ ഗപ്പി മീനിനെ വളർത്തുക, മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ കൊതുക് മുഖേനയുള്ള രോഗങ്ങൾ തടയിടാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഈച്ച മുഖേനയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക, കൂടാതെ മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ ഇടാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ മഴയത്തൊക്കെ നമുക്കറിയാം പെട്ടെന്ന് ഈച്ചകളൊക്കെ വരും. അപ്പോൾ നമ്മൾ പരിസരം വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് ഏക റെമഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജലം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ. ആ സമയത്ത് നമുക്ക് എടുക്കാവുന്ന മുൻകരുതൽ എന്തൊക്കെയാണ്? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴകിയ ആഹാര വസ്തുക്കൾ കഴിക്കാതിരിക്കുക, ആഹാരം അടച്ച് സൂക്ഷിക്കുക. അടുത്തത് സമ്പർക്കം വഴിയുള്ള രോഗങ്ങൾ പടരാതിരിക്കാൻ എടുക്കാവുന്ന മുൻകരുതലുകളാണ്. രോഗബാധിതരുമായി മറ്റുള്ളവർ അധികം സഹവസിക്കാതിരിക്കുക, രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലുള്ള മുൻകരുതലുകൾ എന്ന് പറയുന്നത്. ഇനി വായുവിലൂടെയുള്ള രോഗം അത് വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണെന്ന് നോക്കാം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും പൊത്തി ചുമയ്ക്കുക, പൊതുസ്ഥലത്ത് തുപ്പാതിരിക്കുക, രോഗം ഭേദമാകുന്നത് വരെ പുറത്തു പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻകരുതൽ എന്നുള്ളത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി സസ്യങ്ങളിലും ഇതുപോലെ എന്താണ് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, അതുപോലെ തന്നെ തെങ്ങിലെ കൂമ്പുചീയൽ. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് സൂക്ഷ്മജീവികളാണ് കാരണമാകുന്നത്. ബാക്ടീരിയയും ഫംഗസും വൈറസും ഒക്കെയാണ് ഈ ഒരു രോഗങ്ങൾക്കും കാരണം. ഇതിൻ്റെ പേരും അതിൻ്റെ അസുഖവും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. കേട്ടല്ലോ? നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം എന്താണ് ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമൊക്കെ അവ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള ചില പ്രയോജനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അവ പാൽ തൈരാക്കുന്നു, പിന്നെ അരിമാവ് പുളിപ്പിക്കുന്നു, അതുപോലെ തന്നെ അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു. അതായത് നൈട്രജൻ ഫിക്സേഷൻ. അപ്പോൾ ഈ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന കുറേ ബാക്ടീരിയ ഉണ്ട്. ഏതൊക്കെയാണ്? റൈസോബിയം അസറ്റോബാക്ടർ. ഈ ബാക്ടീരിയയൊക്കെയാണ് എന്താണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ.
റൈസോബിയം അസറ്റോബാക്ടറും. അടുത്തത് വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സൂക്ഷ്മജീവികളാണ്. പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ നമ്മൾ ഈ ഒരു സൂക്ഷ്മജീവികളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ചികിത്സാ രംഗത്തും നമ്മൾ സൂക്ഷ്മജീവികളെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളും നമ്മുടെ ചുറ്റുമുണ്ട്. അവയാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സൂപ്പർ ബഗ്. കപ്പലുകളിൽ നിന്ന് ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന കുറച്ച് ബാക്ടീരിയകളെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ശാസ്ത്രജ്ഞൻ നിർമ്മിച്ചു. ആ ഒരു എണ്ണ കുടിക്കുന്ന ബാക്ടീരിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൂപ്പർ ബഗ്. അപ്പോൾ ഇതിൽ സൂപ്പർ ബഗ് എന്താണെന്നും അത് ഏത് സയൻറ്റിസ്റ്റാണ് കണ്ടെത്തിയതെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണ്? ഫംഗസുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? റൊട്ടിപ്പൂപ്പലും അതുപോലെ തന്നെ കരിമ്പേനൊക്കെ എന്താണ്? ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ അങ്ങനെയൊക്കെ ഉള്ളവ. ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫംഗസുകളുടെ ലോകം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളുകളും പഠിച്ചേക്കുക. ഇനി അടുത്തത് രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിർത്താനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാവർക്കും എന്താണ്? ഒരുപോലെയല്ല കാണുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും കാണുന്നത്. ചിലപ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് എന്താണ്? ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായി പ്രതിരോധശേഷി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. ഏതൊക്കെയാണ്? പോളിയോയും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി. അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നാം ചെയ്യുന്ന എന്താണ്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിൻസ് എടുക്കും. ഇതുവഴി നമുക്ക് ആ ഒരു രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ആർജിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന രോഗപ്രതിരോധ ശേഷിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർജിത രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഇനി മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നാം അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. ഒരു രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്? തടയിടുന്ന രീതിയിലായിട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? വാക്സിനേഷൻ. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന രീതിയാണ് ഇത്. ഇന്ന് ഇത് സർവ്വസാധാരണമാണ്. ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉപയോഗിച്ചു വരുന്നു. വിവിധ രോഗസാധ്യതകൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പട്ടിക നമുക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ എന്താണ്? ലഭ്യമാണ്. അപ്പം നമുക്ക് അത് നോക്കാം. വാക്സിനേഷൻ ചാർട്ടാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയാണ്. ഇനി 6 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലോ OPVയുടെ അടുത്ത ഡോസ്, RVVയുടെ അടുത്ത ഡോസ്, പെൻഡാവാലൻ്റെ ഫസ്റ്റ് ഡോസ്, FIPVയുടെ ഫസ്റ്റ് ഡോസ്, PCVയുടെ ഫസ്റ്റ് ഡോസ് അങ്ങനെയാണ്. പിന്നെ 10 ആഴ്ച കഴിഞ്ഞാലോ OPVയുടെ സെക്കൻഡ് ഡോസ്, RVVൻ്റെ സെക്കൻഡ് ഡോസ്, പെൻഡാവാലൻ്റെ സെക്കൻഡ് ഡോസ്. ഇനി 14 ആഴ്ച കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് OPVൻ്റെ മൂന്നാമത്തെ ഡോസ്, RVVയുടെ മൂന്നാമത്തത്, പെൻഡാവാലൻ്റെ മൂന്നാമത്തെ ഡോസ്, FIPVയുടെ രണ്ടാമത്തത്, PCVയുടെ രണ്ടാമത്. അതിൽ BCG എന്ന് വെച്ചാൽ ബാസിലസ് കാൽമേറ്റ്-ഗോറിൻ, OPV എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഹെപ്പ് ബി എന്നുള്ളതാണ്. FIPV എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ്. RVV എന്ന് പറയുന്നത് റോട്ടോ വൈറസ് വാക്സിനാണ്. ഇനി അടുത്ത കുട്ടി ഒരു 9 മാസം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട വാക്സിൻ എന്ന് പറയുന്നത് MR1 ആണ്. MR എന്ന് പറയുന്നത് മീസിൽസും റുബെല്ലയും വരാതിരിക്കാനുള്ള വാക്സിൻ. പിന്നെ PCV ബൂസ്റ്റർ ഡോസാണ് നമ്മൾ വീണ്ടും കൊടുക്കുന്നത്. പിന്നെ വിറ്റാമിൻ A ഇവിടെ കൊടുത്തു തുടങ്ങും. പിന്നെ FIPV3 അതിൻ്റെ 3 ഡോസ് ആയിട്ടുള്ളത് നൽകും. ഇനി കുട്ടിക്ക് ഒരു 16 മുതൽ 24 മാസം ആവുന്ന സമയത്ത് നമ്മൾ മീസിൽസ് റുബെല്ലയുടെ സെക്കൻഡ് ഡോസും OPV ബൂസ്റ്ററും DPT ബൂസ്റ്ററും വിറ്റാമിൻ എയുടെ സെക്കൻഡ് ഡോസും കൊടുക്കും.
അപ്പോൾ 5 മുതൽ 6 വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, അതുപോലെ തന്നെ ടെറ്റനസ് വരാതിരിക്കാനുള്ള DPT ബൂസ്റ്റർ 2 എന്നുള്ള വാക്സിനാണ്. അതിനുശേഷം കുട്ടിക്കൊരു 16 വയസ്സാകുമ്പോഴത്തേക്കും കൊടുക്കുന്നത് ടെറ്റനസ്, ഡിഫ്തീരിയ വരാതിരിക്കാനുള്ള ഫസ്റ്റ് ഡോസാണ്. അതായത് TD1 എന്ന് പറയുന്നതാണ് അന്ന് എടുക്കുന്ന വാക്സിൻ. ഇനി 16 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിക്ക് കൊടുക്കുന്നത് TD, അതായത് ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി ശുചിത്വ ശീലങ്ങൾ. അപ്പോൾ നമ്മളൊരു രോഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മളും വ്യക്തിത്വ ശുചിത്വവും വേണം, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ശുചിത്വം നമ്മൾ പാലിക്കണം, അല്ലേ? അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈ കഴുകാറുണ്ട്, ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കാറുണ്ട്, അടുക്കളയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വയ്ക്കാൻ ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട്, രാത്രി പല്ല് തേച്ച ശേഷമേ ഞാൻ ഉറങ്ങാറുള്ളൂ, അഴുക്കുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കാറില്ല, വഴിവക്കിൽ തുറന്നു വെച്ച പലഹാരങ്ങൾ ഞാൻ കഴിക്കാറില്ല, ടോയ്ലറ്റിൽ പോയ ശേഷം ഞാൻ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകാറുണ്ട്, പഴങ്ങൾ കഴുകാതെ ഞാൻ ഒരിക്കലും കഴിക്കാറില്ല. ഇതൊക്കെ എന്താണ്? നമ്മൾ വ്യക്തിത്വമായിട്ട് പാലിക്കേണ്ട കുറച്ച് ശുചിത്വ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതുകണക്കെല്ലാം പാലിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പാലിച്ചാൽ എന്താണ്? നമുക്ക് അസുഖങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി വ്യക്തി ശുചിത്വം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സാമൂഹിക ശുചിത്വം എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി ശുചിത്വത്തിൽ എന്തൊക്കെയായാലും ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും വായും കഴുകുക, വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി സൂക്ഷിക്കുക, പഴങ്ങൾ കഴുകിയ ശേഷം മാത്രം കഴിക്കാൻ ശ്രമിക്കുക, ടോയ്ലറ്റിൽ പോയ ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക, 2 നേരം കുളിക്കുക, രാവിലെയും രാത്രിയും പല്ല് തേക്കുക, കടകളിൽ തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ ഒരിക്കലും വാങ്ങി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇനി സാമൂഹിക ശുചിത്വം. സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലേക്ക് വലിച്ചെറിയാതിരിക്കുക, മത്സ്യ മാംസ അവശിഷ്ടങ്ങൾ മറ്റു മാലിന്യങ്ങളും ജലാശയങ്ങളിലും മറ്റും തള്ളാതിരിക്കുക, ഇത്തരം മാലിന്യങ്ങൾ പ്രത്യേക സ്ഥലത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ ഇടുകയും ഇങ്ങനെ ഇടുമ്പോൾ ജീർണിക്കുന്നവയും അല്ലാത്തവയും പ്രത്യേകം പാത്രങ്ങളാക്കി ഇടേണ്ടതുമൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സാമൂഹികമായിട്ടുള്ള ശുചിത്വ രീതികളാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഡിസീസസും അതുണ്ടാക്കുന്ന ജീവികളും അതുപോലെ തന്നെ വാക്സിൻ്റെ പേരുകളും ഒക്കെ എന്താണ് എക്സാമുകൾക്ക് ചോദിക്കാവുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക.